ബിജെപി നേതാവിലേക്കാണ് ഷാജി രാഘവൻ. കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതോർക്കണം. കനത്തിൽ ഗാന്ധി കയ്യിലുണ്ടെങ്കിൽ ഉള്ള കേസുകൾ ഇല്ലാതാക്കാനും ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കാനും ഇഡിയോളം പോകുന്ന മറ്റൊരു അന്വേഷണ ഏജൻസി ഉണ്ടോ ഈ രാജ്യത്ത്? കൊല്ലം സ്വദേശി കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായി അദ്ദേഹം കൊടുത്ത ഒരു പരാതിയിൽ കൊച്ചി ഇ.ഡി. ഓഫീസുമായി ബന്ധപ്പെട്ട് 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് 2 പേര് 2 ഏജൻസ് പിന്നെ ഒരാളൊരു ഇടനിലക്കാരൻ എന്നൊക്കെയുള്ള രീതിയിലാണ് പത്രവാർത്തകളൊക്കെ കാണുന്നത്. അതിൽ 1-ാം പ്രതിയായി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള, അതായത് കൊച്ചിയിലെ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള ഇ.ഡിയുടെ ആളാണ് 1-ാം പ്രതി എന്നാണ് നമ്മൾ പത്രവാർത്തകളിൽ നിന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. തുടക്കത്തിലെ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിലെ വിജിലൻസ് വളരെ വിജിലൻ്റായി എടുത്ത ഈ നടപടിയെ സ്വാഗതം ചെയ്യുക. കാരണം അഴിമതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ബ്യൂറോക്രസിയുടെ അഴിമതി, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷത്തിന് മേലായെങ്കിൽ കൂടിയും നമുക്ക് തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായിട്ട് രാജ്യത്തും സംസ്ഥാനത്തും നമ്മുടെ ബ്യൂറോക്രസിയിലെ അഴിമതി നിലനിൽക്കുന്നുണ്ട്. അത് വില്ലേജ് ഓഫീസർ മുതൽ അങ്ങ് മുകളിൽ സിവിൽ സർവീസ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടില്ലേ, ഡൽഹിയിലൊരു സുപ്രീം കോടതി ജഡ്ജിയുടെ വീടിൻ്റെ തൊഴുത്തിന് തീ പിടിക്കുമ്പോൾ പോലും നോട്ട് കെട്ടുകളാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുണ്ട്. ഇതിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ ബില്ലാണ് പൊതുജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും. താങ്കൾ വിശാലമായ അർത്ഥത്തിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഇ.ഡി. എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബിജെപിയുടെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി കൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കേരളത്തിലടക്കം കോടതികൾ വലിയ നിലയിൽ ഇ.ഡിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അന്വേഷണ സംവിധാനങ്ങൾ, അവരുടെ അന്വേഷണ രീതിക്കൊക്കെ എതിരെ, കരുവന്നൂർ കേസിൽ പോലും. അപ്പോൾ അങ്ങനെ മുന്നേറുന്ന ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ പണം കൊടുത്താൽ ആർക്കും എങ്ങോട്ടും മാറ്റാവുന്ന ഒന്നാണ് എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വരികയാണ്. അപ്പോൾ ഇതുവരെ അവർ അന്വേഷിച്ച കേസുകൾ, സർക്കാരുകൾക്കെതിരെ നടത്തിയ വേട്ടയാടുകകൾ, പ്രതിപക്ഷ നേതാക്കളെ ഇരയാക്കിയ കേസുകൾ, ഇതിലൊക്കെയുമുള്ള വിശ്വാസ്യത സാധാരണക്കാരൻ സംശയിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണ ഏജൻസിയെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും എന്ത് മറുപടി ഉണ്ട് ആ വിഷയത്തിൽ? ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ CISF ഉദ്യോഗസ്ഥന്മാർ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അങ്കമാലിയിൽ വണ്ടി കയറ്റി കൊല്ലുക. 2 പ്രതികളുണ്ട് അതിനകത്ത്. CISFൻ്റെ ഉദ്യോഗസ്ഥരാണ് എന്ന് വിചാരിച്ച് CISF എന്ന് പറയുന്ന മുഴുവൻ സംവിധാനം മോശമാണോ? നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി, മാസങ്ങളോളം ജയിലിൽ കിടന്നു. എന്തായിരുന്നു കാരണം? അനധികൃതമായി പണം സമ്പാദിച്ചതിൻ്റെ കേസാണ്. ജാമ്യത്തിൽ അദ്ദേഹം പുറത്തുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വിചാരിച്ച് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും സിവിൽ സർവീസ് സംവിധാനം മുഴുവൻ മോശമാണ്. ഇതിന് സമാന്തരമായി എത്രയധികം കേസുകളുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ. എന്തിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ കോടതി, നീതിന്യായ കോടതി സംവിധാനമൊക്കെ പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ, അവർ അഴിമതിയുടെ ഭാഗമായി അനധികൃതമായി പണം സമ്പാദിക്കുന്നെങ്കിൽ ആ സംവിധാനം മുഴുവൻ മോശമാണ് എന്ന് പറയുന്നത് ഈ ഒറ്റ ഉദ്യോഗസ്ഥന്റെ കേസിൽ മാത്രമല്ല നമ്മൾ ഇ.ഡിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നോക്കി, ഏറ്റവും ഒടുവിലാണ് വാസ്തവത്തിൽ കേരളത്തിൽ നിന്നും ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വർഷം ആദ്യം ഇ.ഡി ഷിംല യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ വിശാൽ ദിലീപിനെ CBI അറസ്റ്റ് ചെയ്തത് സ്കോളർഷിപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിലാണ്. കഴിഞ്ഞ വർഷം മുംബൈയിൽ ജുവലറി ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കേസിൽ ഇ.ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് സിംഗ് യാദവിനെ അറസ്റ്റ് ചെയ്തത് CBI ആണ്. ചിട്ടിക്കേസ് ഒഴിവാക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ മണിപ്പൂരിലെ ഇ.ഡി ഉദ്യോഗസ്ഥൻ നവൽ കിഷോർ മീണയെ അറസ്റ്റ് ചെയ്തത് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ്. 2021 ബംഗളൂരുവിലെ ബിസിനസ്സുകാരന്റെ വീട്ടിൽ വ്യാജ റെയ്ഡ് നടത്തിയതിന് പിടിയിലായത് ഇ.ഡി ഉദ്യോഗസ്ഥൻ D. ചിന്നകേശവലുവാണ്. അതിനുശേഷം ഇതാ കേരളത്തിൽ നിന്നും ഒരു കേസ്. അപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലല്ല ഇത് എന്നുള്ളതും, പണം ഉണ്ടെങ്കിൽ ആർക്കും വിലയ്ക്ക് വാങ്ങാൻ ഒരു സംവിധാനമായി ഇ.ഡി മാറി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ശ്രീ ഷാജി രാഘവൻ, അതാണ് ചോദിക്കാൻ ശ്രമിച്ചത്. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്.